എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമേ സീരീസിന്റെ എപ്പിസോഡ് 149 ഓക്കെ. പോയി എപ്പിസോഡിന്റെ ആദ്യം തന്നെ തേർഡ് കമാൻഡർ ഷിയോനെ ചലഞ്ചിനായിട്ട് വിളിക്കുകയാണ്. അവിടെ ഉള്ളവർ ഷിയോനോ അവൻ വന്നിട്ടുണ്ട് എന്നൊക്കെ ഇപ്പോഴാണ് അറിയുന്നേ. ഈശാന്റെ അപ്പോൾ ഇത് മനഃപൂർവ്വമാണ്, നാണോ ഇല്ല അവൻ ഇങ്ങനെയൊക്കെ പറയാം. എന്നാൽ ഷിയോയെ കുഴപ്പമില്ല, എനിക്ക് കുറച്ച് എൻജോയ്മെന്റ് ആകും. ഷിയോയെ ഗൂക്ലാനിലേക്ക് അങ്ങോട്ട് ഈ ആർക്കിലേക്ക് എന്തോ ഫുള്ള് മാസം കാണിക്കാനാണ് പ്ലാൻ എന്ന പോലെ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ എത്തി അരീനയിൽ സെറ്റായി. എനിക്ക് കാണണം നീ വെർത്താണോ എന്ന് പറഞ്ഞിട്ട് വരികയാണ്. എന്നാൽ ലൈറ്റനിങ് ഉപയോഗിച്ച് മാറി അവന് പോലും ഷോക്കായി പോയി. പിന്നെ നോക്കുന്നത് എന്നാൽ തൊടാൻ പോലും കഴിയുന്നില്ല. അവൻ്റെ ഒരു സ്കില്ല് ഉപയോഗിച്ച് നോക്കി അതെല്ലാം സ്കിപ്പായിട്ട് തന്നെ പോവുകയാണ്. ഒരു തരത്തിലും പിടിക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെ പറയാം. തേർഡ് കമാൻഡർ വന്ന് അടിക്കാനായിട്ട് നോക്കുന്നു. നിന്റെ സോൾ പവർ ഉള്ളിടത്തോളം കാലം നിന്റെ സ്പീഡ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് ഒരു സോളത്തേക്ക് അത് കൊടുക്കണം. അവൻ കണ്ടിട്ട് ഞാൻ വിചാരിച്ചത് പോലെയല്ല എങ്കിലും ഇത് കാണുന്നു പറഞ്ഞിട്ട് ഷട്ടറിങ് ക്ലോ എന്ന് പറഞ്ഞു ഒരുപാട് ഹാൻഡ് പോലെ അത് വെച്ച് അറ്റാക്ക് കൊടുക്കുവാണ്. ഷിയോനെ അത് സ്കിപ്പായിട്ട് പിന്നെ പോകുന്നുണ്ട്. എല്ലാം മാറി പോയിട്ട് റെഡ് ഫ്ലെയിം അത് വെച്ച് അതിനെ ഇല്ലാതാക്കി. ആ സമയം അവൻ അടിക്കാൻ നോക്കി ഇതെല്ലാം ചീപ്പിട്ടിരിക്കെന്ന് പറഞ്ഞ് കാല വരെ എറിയുകയാണ്. എന്നിട്ട് പിന്നെ പോയി തേർഡ് കമാൻഡറിനെ അടിക്കുന്നു. തിരിച്ചു കൊടുക്കാൻ നോക്കുന്നുണ്ട്, എന്നാൽ പറ്റുന്നില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു അടി കൊടുത്തത് അവൻ്റെ അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞിട്ട് ഗോഡ്സിൽ ടെക്നിക്ക് അത് ഉപയോഗിക്കാനായിട്ട് വരുമ്പോൾ അത് കണ്ട് ചെയ്യുവാൻ ചിരിക്കുകയാണ്. കാരണം ഇത് അവനെ ഓൾറെഡി അറിയാലോ, അതിൻ്റെ വീക്ക് സ്പോട്ടിൽ പോയി തന്നെ ഒരു തട്ട് ഇവനിതെങ്ങനെ അറിയാം എന്ന രീതിയാണ് അവനും ചെയ്യാൻ. പിന്നെ ചറവറ അടിച്ച് ഒരു പഞ്ചോട് കൊടുത്തത്. ആ സമയത്ത് തെറിച്ചു പോകുന്ന സമയത്ത് അവൻ സീല് ആ ടെക്നിക്ക് അത് ചെയ്യുകയാണ്, ലാൻഡ് സീലെന്ന്. അതിന് ഷിയോയെ കണ്ടിട്ട് എൻ്റെ പുതിയ സ്കില്ല് ഉപയോഗിക്കാനുള്ള ടൈമായി എന്ന് പറഞ്ഞിട്ട് എടുത്തു. അതിൻ്റെ പവറിൽ തന്നെ ലാൻഡ് സീല് ഇല്ലാതായി പോയി. അവിടെ അരിയനെ തന്നെ പിളർന്നു പോയി എന്ന് പറയാം. അടിയിൽ നിന്ന് ലാവ അത് കാണാം, എർത്ത് റീസോൾവ് ടെക്നിക്ക് എന്ന് പറഞ്ഞാണ് എടുക്കുന്നത്. അതെടുത്തതും അടിയിൽ നിന്ന് ലാവ അതിൻ്റെ ഹോട്ട് ചൂട് അത് കയറി വരാനായിട്ട് തുടങ്ങി. ഈ സ്കില്ല് മോസ്റ്റ് പവർഫുൾ ആകണമെങ്കിൽ വോൾക്കാനോൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഉണ്ടായിരുന്നാൽ മതി. ഒരു അൾട്ടിമേറ്റ് എന്ന് തന്നെ പറയാം. അതിൻ്റെ എഫക്റ്റ് ആ അരീനെ തന്നെ വിറപ്പിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് അവൻ കരിഞ്ഞു പോയി. താഴേക്ക് പോയപ്പോൾ ഷിയോനെ പിടിച്ചിട്ട് സൈഡിലേക്ക് എറിഞ്ഞു. താങ്ക്സ് മാച്ചിന്. അതുകൊണ്ട് ഓർത്ത് ഷിയോൻ സൂപ്പർ എന്ന് പറഞ്ഞപ്പോൾ മിണ്ടാരിടാ, ബ്ലാക്ക് ഷാഡോ ഗ്രൂപ്പാണ് ഷിയോനെ അവനെ തോൽപ്പിച്ചോ എന്ന് കമാൻഡർ ലിന്. അതിന് മറ്റേ മിസ്സിന് ഇവനോട് എന്തെങ്കിലും റീസൺ ഉണ്ടാകും, അതായിരിക്കും ഷിയോനെ അവൻ 5 സ്റ്റാർ ഡൗസിനാണല്ലോ എന്തെങ്കിലും കാണിച്ചല്ല അവനെ തോൽപ്പിച്ചു. അവൻ്റെ ഹെവൻലി ഫ്ലെയിം സോൾ പവർ അവൻ തോറ്റതിൽ ഒരു അതിശയമില്ല. അതിന് മറ്റേ പെണ്ണ് അവൻ്റെ ഹെവൻലി ഫ്ലെയിം പവർഫുൾ ആണോ എന്നേക്കാൾ റെഡ് ലോട്ടസ് ഹെൽ ഫ്ലെയിം അങ്ങനെ എന്തോ ഒരു ഫ്ലെയിമിന്റെ പറയുന്നുണ്ട്. അവർ ഫയർ ക്ലാനിൽ നിന്നാണെന്ന് മനസ്സിലായി. തേർഡ് കമാൻഡർ സമ്മതിക്കാതെ വരുമ്പോൾ തടഞ്ഞിട്ട് സെക്കൻഡ് കമാൻഡർ അവന്റെ പേര് ലിൻഷു. നീ കാരണം ഗൂക്ലാന്റെ മുൻപിലെ വില പോയി അവന്റെ മുൻപ് വന്നിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് റെഡി ആകുമ്പോഴാണ് ഷിയോൻ സീരിയസ് ഡോലാകുമല്ലോ. അപ്പോഴാണ് അങ്ങോട്ട് ഒരു ഗൂക്ലാലെ ഒരു എൽഡർ വരുന്നത്. ഗൂഷൻ നമ്മുടെ ഗസ്റ്റിനെ ഇങ്ങനെ ചെയ്യാൻ നടക്കുന്നത് എന്ത് ധൈര്യമുണ്ട് എന്ന് പറയുമ്പോൾ അവർ റെസ്പെക്ട് കൊടുക്കുന്നു. പോകാനായിട്ട് പറയുകയാണ്. അവർ പോയി ഷിയോനോട് ആയത്തിന്റെ എടുത്തുചാട്ടമാണ് മനസ്സിലാക്കേണ്ട, അവന് കുഴപ്പമില്ല എന്ന പോലെ എല്ലാവരോടുമായിട്ട് ഏൻഷ്യന്റ് ഗേറ്റ് 3 ഡേയ്സിനുള്ളിൽ ഓപ്പൺ ആകും, ഇത് എടുത്തുചാട്ടം കൂടരുത്, ആ വോയിഡിൽ ട്രാപ്പാകും എന്ന് വാണിംഗ് കൊടുത്ത് അവിടെ ഒരു തന്നെ പ്രസൻസ് അത് ഷിയോൻ മനസ്സിലായി. എന്നാൽ നോക്കുമ്പോൾ അവിടെ ആരുമില്ല. അതിനുശേഷം അവര് പോകുമ്പോഴാണ് പിന്നെ ആ പ്രസൻസ് ഒളിച്ചിരിക്കാതെ പുറത്തു വാ, ഒരു സ്കിൽ യൂസ് ചെയ്ത് മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്ത രീതിയിലായി. ഷിയോൻ നിന്റെ കുറിച്ച് കേട്ടിട്ടുണ്ട്, നീ ഒരുപാട് സ്ട്രോങ് ആണല്ലോ. അവന്റെ പേരാണ് ഹൊനിയ, അതായത് ഏൻഷ്യന്റ് ക്ലാനായ ഹൊൻ ക്ലാനിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കി ഷിയോൻ കലിപ്പായി. കാരണം ഹൊൻ ക്ലാൻ എന്നത് സോൾ ഹാൾ എന്നത് ഉണ്ടാക്കിയത് അവരാണ്. പേടിക്കണ്ട, നിന്നെ കൊണ്ട് പോകാനൊന്നുമല്ല ഞാൻ ഒന്ന് കാണാനാണ് ഷിയോ ക്ലാനിലെ അവസാന റിമെയിൻസ്. അതുകൊണ്ട് ഈശാൻ ഒരു അറ്റാക്ക് അത് തടഞ്ഞു. നിന്റെ ആൻസസ്റ്റർ ശൗശുവാനെ കൊന്നത് എൻ്റെ ആൻസസ്റ്ററാണ്, നിന്നെ അതുപോലെ ഹുന്യ എന്നെ ഇല്ലാതാക്കും. അതിന് ഷിയോൻ നിന്റെ ആൻസസ്റ്റർ ചെയ്തതിന് പകരമായിട്ട് നിനക്ക് നല്ലൊരു ഗ്രേവിയോട് ഞാൻ പണിയും. അങ്ങനെയെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവർ പോയി. അതോടെ അവിടെ നോർമലായി. അതിനുശേഷം അവർ ട്രാവല് ഗൂക്ലാൻ മൗണ്ടനിലേക്കാണ് പോകുന്നത്, അതായത് ഗൂക്ലാനിലേക്ക്. ഷിയോനോട് ഫയർ ക്ലാനിലെ ഒരു നന്നായിട്ട് ഫൈറ്റ് ചെയ്തിരുന്നു. അവന്റെ പേര് ഹുയാഷുവാൻ, അവന്റെ സിസ്റ്ററിന്റെ പേരാണ് ഹുവാഷി. ആൽക്കമിസ്റ്റ് ചാമ്പ്യനിലെ ഒരുപാട് കേട്ടിട്ടുണ്ട്, നീ വരുന്നത് ഹെവലി ടോപ്പ് കാണാനല്ലേ. എന്നാൽ ഷിയോൻ അത് എന്താണെന്ന് പോലും അറിയില്ല. അപ്പോഴാണ് പറയുന്നത് ഷിയോ ക്ലാനിലെ അവസാന ആളാണ് നീന്നു. അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയാം, എങ്കിലും ഒരു പവർഫുൾ ആയ ആൾക്കാരുടെ റിമീൻസ് അവിടെ ഉണ്ട്. എന്റെ ആൻസസ്റ്ററായ ഷൗഷുവാന്റെ റിമീൻസും അവരുടെ പവേഴ്സ് എനർജി എല്ലാം ആ ടോപ്പിലാണുള്ളത്. ഷിയോയാൻ അവിടെ പോയാൽ ഷിയോന്റെ ഡൗട്ട് ബ്ലഡ് ലൈൻ അത് കിട്ടാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ചലഞ്ച് ഉണ്ടായിരിക്കും. ഷെവല്യ ടോപ്പ് എല്ലാവർക്കും പോകാൻ കഴിയില്ല. ടോപ്പ് 8 ക്ലാനുള്ള മെമ്പേഴ്സിന് മാത്രമേ കഴിയൂ. ഷിയോ ക്ലാൻ ഇപ്പോൾ ഇല്ലെങ്കിലും നീ ഷിയോ ക്ലാനിലെ ആയതുകൊണ്ട് തന്നെ നിനക്ക് പോകാൻ പറ്റും. ഷിയോൻ ഇതൊക്കെ ഇപ്പോഴാണ് അറിയുന്നത്. അപ്പുറ സൈഡിലെ മെഡിസിൻ ക്ലാനിലെ യാവോ ഷിംഗ്ലി എന്ന ഒരുത്തവൻ നോക്കുന്നുണ്ട്. അവൻ ലെവൽ 8 ആൽക്കമിസ്റ്റാണ്, അതായത് ഷിയോന്റെ ലെവല്. അങ്ങനെ നിൽക്കുകയാണ് സെക്കൻഡ് കമാൻഡർ വരുന്നത്. ചലഞ്ചിലാണെന്ന് ചോദിക്കുമ്പോൾ അല്ല, അവരുടെ കമാൻഡർ വിളിക്കുന്നുണ്ട് ഒറ്റയ്ക്ക്. അവൻ പിന്നെ പോവുകയാണ്. അവരവിടെ സംസാരിച്ച് ഗെയിം കളിക്കുന്നുണ്ട്. ഷിയോനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഇപ്പോഴാണ് കാണാൻ പറ്റിയത്. അവനെ മുൻപ് കണ്ടവരെ പോലെ അല്ല, കമാൻഡറായിട്ട് തോന്നുന്നില്ല.
എന്ന് ചെയ്യുവാന് അവൻ്റെ പേരാണ് ഗൂഷൻ. ഇവനാണ് ഫസ്റ്റ് കമാൻഡർ. എന്തുകൊണ്ടാണ് അവർ ഇത്ര സ്ട്രിക്റ്റ് എന്നറിയാമെന്ന് ചോദിക്കുമ്പോൾ പുറത്തു നിന്ന് വന്ന് പ്രശ്നം ഉണ്ടാകാതിരിക്കെ അവന് ശരിയാണ്. എന്നാൽ അതുമാത്രമല്ല, ഗോക്ലാനിലുള്ള ഇപ്പോൾ ഉള്ളവരെല്ലാവരും ഡൗഡി ബ്ലഡ് ലൈനിലും ഉണ്ട്. അവരത് യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഹ്യൂണറിന് പോലെ പ്യുവറായ ടോപ്പ് 7 ഏൻഷ്യൻ്റ് 7 ആയിരുന്നു 8 ആയിരുന്നു എന്നെ മുമ്പ് പറഞ്ഞത് 7 ആകണം. എന്നിരുന്നാലും ആ ക്ലാനിലെ ഡൗഡി ബ്ലഡ് ലൈൻ പോലെ അല്ല ചെയ്യുന്നതിന് ഗോക്ലാനിലെ ഡൗഡി ബ്ലഡ് ലൈൻ. അതോ അതിനെക്കുറിച്ച് ബോധേടാവാത്തത് എത്ര സ്ട്രെങ്ത് ആണെന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത് ഡൗസൈൻ്റെ ലെവൽ. എന്നാൽ ആ ലെവലെത്തും. അതിന് കൂഷൻ നിന്നേക്കാൾ സ്ട്രോങ് ആയ ഒരുപാട് പേരുണ്ട്, അവർക്ക് പോലും കോൺഫിഡൻ്റ് ഇല്ല എത്തുമെന്ന്. അപ്പോഴാണ് ശിവൻ പറയുന്നത് ഡൗഡി ബ്ലഡ് ലൈൻ ഇല്ലാതെ ഞാൻ ഇവിടെ വരെ എത്തി, ഞാൻ ഡൗസൈൻഡിലേക്ക് എത്തിയ അതാണ് എൻ്റെ പ്രൂഫ് എന്ന് പറഞ്ഞിട്ട് ഒരു മാസം ചേർന്ന് പോവാണ്. ഇവരെല്ലാവരും എങ്ങേജ് തന്നെ ഡൗസൈൻ ലെവലിലേക്ക് എത്താൻ കാരണം തന്നെ ഈ ഡൗഡി ബ്ലഡ് ലൈൻ ആണ്. അവിടെ ഒരാൾ ഗോ മൗണ്ടനിലേക്ക് എത്തിയിട്ട് ആരും പ്രശ്നം ഉണ്ടാകരുത്, അങ്ങനെ വല്ല പുറത്താക്കും. അങ്ങനെ അവസാനം അവർ ഗോ ബെൽറ്റിലേക്ക് എത്തുകയാണ്. അവിടെ മൗണ്ടൻ കണ്ട് അവർക്ക് പോലും അതിശയം. ഈ സമയം മറ്റൊരു സൈഡിൽ ശിവനെ കാണാനായിട്ട് കാത്തു നിൽക്കുകയാണ് യൂണർ. അവരവിടെ എത്തി ശിവനെ യൂണർ പരസ്പരം കാണുകയാണ്. ഒരുപാട് നാൾക്ക് ശേഷം കണ്ടവിടെ അവൾ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് നടന്നു വരികയാണ്. ഒരുപാട് മെമ്മറീസ് അവരുടെ ഉള്ളിൽ കൂടെ കടന്നു വന്നു. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അവൻ അവസാനമായിട്ട് പറഞ്ഞ വാക്ക് നിന്റെ തേടി വരും. അതിന് എത്ര സ്ട്രെങ്ത് വേണം, ടൗസനോ അല്ലെങ്കിൽ ടൗസൈൻഡോ അതുമല്ലെങ്കിൽ ടൗ ഗോഡുവിനാകുക. യൂണർ അവനോട് ഞാൻ വന്നു എന്ന് ഷീൻ അവളോട് പറയുകയാണ്. മറ്റേ എൽഡേഴ്സ് വന്നിട്ട് എല്ലാവരുടെ ഗൂക്ലാനിലെ റൂൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ എടുത്തൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുകയാണ്. അവരോട് വെൽക്കം ചെയ്തിട്ട് നമുക്ക് ക്വയറ്റായ പ്ലേസിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് എൽഡേഴ്സിനോട് അവരോടൊപ്പം വരാൻ പറഞ്ഞ് കൊണ്ടുപോയി. അതവർക്ക് ഇത്ര പിടിച്ചില്ലാത്ത പോലെ യൂണർ ഷീന് കണ്ട് നോക്കി പോവുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് ഇരുട്ടായിട്ട് ഷീന് നേരെ ഒരു അറ്റാക്ക് വരുന്നത്. അവ ഹെവൻലി ഫ്ലെയിം വെച്ച് അതിനെ ഇല്ലാതാക്കി. യൂണർ ഫ്രണ്ട് വന്നിട്ട് ഒരു എൽഡറിനോട് നമ്മുടെ ഗസ്റ്റിനെ എന്താ കാണിക്കുന്നത്, ഇതാണ് മാനേഴ്സ്. അതിനാണ് ഷിയോക്ലാനിലെ ഒരുത്തന്നെ കുറെ നാളിന് ശേഷം മുന്നിൽ വരുന്നത്. അവന്റെ സ്ട്രെങ്ത് നോക്കിയതാ. അത് ന്യൂണർ ഇത് വെൽക്കം ഡേ ആണ്, എന്തെങ്കിലും കാണിക്കൊണ്ടൊക്കെ പുറത്തു പോവാ എന്ന് പറഞ്ഞ് വരട്ടുമ്പോൾ പോയതുപോലെ നോർമലി അവർ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ടെൻഷനെ പോലെ ചോദിച്ചിട്ട് അവർ പിന്നെ ഇവിടുന്ന് പോവാണ്. അവർ പോയപ്പോഴാണ് ആ എൽഡർ വരുന്നത്. പിറകിൽ ഒരുത്തൻ ചിരിച്ചോണ്ട് മിസ് യൂണർ അവനെ നന്നായിട്ട് കെയർ ചെയ്യുന്നല്ലോ, അവനെ കൊല്ലും എന്നെ അവനും. അത് കഴിഞ്ഞ് മറ്റൊരു പ്ലേസിലെത്തി. അവിടെ മറ്റേ ബ്ലാക്ക് ഗോസ്റ്റായ കമാൻഡർ ലിങ്, ഇത് ഷാഡോ ഗ്രൂപ്പിലെ ലിങ് എന്ന് പറയാം, വന്ന് അവനോട് നീ ഒരുപാട് മാറിയ. അയാളെ കണ്ട് അവന് ഹാപ്പി ചെയ്തപോലെ മിസ് യൂണർ നിനക്കണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, ഫാമിലിക്ക് എൻ്റെ നിനക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ തന്നെ അത് തടഞ്ഞു. ഞാൻ കുറച്ച് ഓവറായിട്ട് പറഞ്ഞില്ലേ. അപ്പോഴാണ് യൂണർ നാളെയാണ് സെറമണി, റൂൾ വെച്ച് ഒരു ചലഞ്ച് കണ്ടിട്ട് പോലെ ഗൂക്ലാൻ ഉറപ്പായും അത് മിസ്സാക്കില്ല. ഒട്ടുമിക്ക ആൾക്കാർ ശിവനെ തോൽപ്പിക്കാനായിട്ട് നടക്കണല്ലോ. എൻ്റെ റിയൽ സ്ട്രെങ്ത് ഞാൻ അവിടെ കാണിക്കുന്ന അവൻ്റെ പറയണം. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി എന്തൊക്കെയാന്ന് അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ ബൈ.